ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ടുള്ള ഓരോ നർമ്മ സംഭാഷണങ്ങളും നെവിൻ്റെയും അനുമോളുടെയും അതുപോലെ തന്നെ നമ്മുടെ അനീഷിൻ്റെയും ഷനവാസിൻ്റെയും ഒക്കെ സംസാരങ്ങളും ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കലൊക്കെയാണ് നമ്മളിതിൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഇന്ന് ഫുള്ള് കഴിഞ്ഞത്. ഫുള്ളായിട്ട് റിവ്യൂ ആയിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ പറയുന്നത് നവംബർ 1 ഇന്ന് അല്ലേ, കേരളപ്പിറവിയാണ്. എന്താണ് നിവിൻ നവംബർ 1 കേരളപ്പിറവി ആവാൻ കാരണം? അത് എന്താണെന്ന് വെച്ചാൽ പരശുരാമ മഴ എറിഞ്ഞെന്ന് മഴ എറിഞ്ഞപ്പോഴാണ് ഏട്ടൻ നവംബർ 1 തോന്നുന്നു മഴ എറിഞ്ഞതെന്നൊക്കെ പറയുന്നു കേട്ടോ. നെവിൻ്റെ പൊട്ടത്തരം കേട്ട ചിരിക്കാത്തോലും ചിരിച്ചു പോവും. പിന്നെ ഓരോ സംസ്ഥാനവും ഓരോ ദിവസവും ഏതെങ്കിലും എടുത്തു, അപ്പോൾ ലാലേട്ടൻ കൈയടിക്കുന്നില്ല. എന്തിനാ കൈയടിച്ചെന്ന് എനിക്കറിയില്ല. ഓരോ സംസ്ഥാനവും ഓരോ ദിവസങ്ങൾ എടുത്തു, അങ്ങനെയൊന്നും അല്ല ശരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ പരശുരാമൻ മഴ എറിഞ്ഞ് കേരളം ഉണ്ടായിരുന്നൊരു ഐതിഹ്യമുണ്ട്. പക്ഷെ അത് നവംബർ 1 എറിഞ്ഞു എന്നൊന്നും പറയുന്നില്ല നെവിൻ. അപ്പോൾ ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 1949 എല്ലാതും കൂടി കൂട്ടിയോജിപ്പിച്ചു. 5 സംസ്ഥാനങ്ങൾ 5 സ്ഥലങ്ങൾ കൂട്ടിയോജിപ്പിച്ചു. അതൊക്കെ കൂടി കേരളമായി. അങ്ങനെ 56 നമുക്ക് നവംബർ 1 എന്തായി, കേരളപ്പിറവിയായി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. അപ്പം നിവിൻ പറയാം അത് തന്നെ ഉദ്ദേശിച്ചേ. അപ്പോൾ ലാലേട്ടൻ എന്താളിച്ചേ ഇവ എന്ത് ഉദ്ദേശിച്ചു എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ പിന്നെ ചോദിക്കുന്നത് ഞാനിവിടെ പുരസ്കാരം നേടിയത് ആരാന്നറിയോ? അനുമോളണീറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വൈലോപ്പിള്ളി ശ്രീധരൻ മേനോനാണെന്ന്. എൻ്റെ പൊന്നൂ. അപ്പോൾ കുട്ടി സംസ്കൃതം പഠിച്ച ആളല്ലേ? ലാലേട്ടാ ഞാനിതൊക്കെ മറന്നുപോയി, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് ആദ്യം മലയാളം നോവൽ ഏതാണ്? സംസ്കൃതം പഠിച്ച ആൾ മറന്നുപോയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നത് ഒരു സ്ത്രീയുടെ പേരാണ്, ഇന്ദുലേഖയാണ്. ശരിക്കും ചന്ദ്രമേനോൻ്റെ ഇന്ദുലേഖയാണ്. അപ്പോൾ സ്ത്രീയുടെ പേരാണ് എന്ന് അനീഷ് പറയുന്നുണ്ട്. പക്ഷേ ഇന്ദുലേഖ എന്ന് മറന്നുപോയി. അപ്പോൾ ആദിലെടുത്ത് ചോദിക്കുന്നില്ല അവസാനം രൂപീകൃതമായ ജില്ല ഏതാണെന്നറിയോ? അപ്പോൾ ആദില പറഞ്ഞ ആൻസറാണ് രസം, കായംകുളം ജില്ല. അങ്ങനൊരു ജില്ല നമ്മൾ കേട്ടിട്ട് പോലുമില്ല, കായംകുളം ജില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇവരൊക്കെ ആകെ പൊട്ടത്തരങ്ങളാണ് ഇവർക്ക്. അപ്പോൾ സാബുമ്മ ആൻസർ പറഞ്ഞു കാസർഗോഡ് എന്ന് പറഞ്ഞു കേട്ടോ. ലാലേട്ടൻ ചോദിച്ചു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അപ്പോൾ നമ്മുടെ അനുമോള് പറയുകയാണ് അത് ശൈലജമ്മയുടെയാണോ? അപ്പോൾ എന്ത് ശൈലജമ്മയുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടേ ഇല്ല. അപ്പോൾ അയ്യോ താടിയുള്ളൊരു മനുഷ്യൻ, താടിയുള്ള ആളാണ്, എനിക്കറിയാം. പനീഷ് പറഞ്ഞു ശിവൻകുട്ടിയാണെന്ന്. ഓക്കെ ഇരുന്നോളാൻ പറയുന്നുണ്ട് കേട്ടോ. ഓസ്കാർ നേടിയ ഏക മലയാളി ചോദിക്കുമ്പോൾ അക്ബർ ആൻസർ പറഞ്ഞു റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നുണ്ട്. ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ സിനിമ ഏതാണെന്ന് വെച്ചപ്പോൾ നീലക്കുയിൽ എന്ന് അക്ബർ പറഞ്ഞു. പക്ഷേ നീലക്കുയിലൊരു ബാഡ് ഫിലിം ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അതാണ് എല്ലാവരും പറഞ്ഞ് കളിയാക്കി. അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും വിവരമില്ലല്ലോ. അപ്പോൾ കളിയാക്കിയപ്പോൾ അയ്യോ സോറി ലാലേട്ടാന്ന് പറഞ്ഞു. സത്യത്തിൽ നീലക്കുയിൽ തന്നെയാണ്. കേരള ഉത്ഭവത്തിൻ്റെ അർത്ഥം എന്താ വെച്ചപ്പോൾ അതിലൊക്കെ അറിയില്ല. അനീഷ് പറഞ്ഞു കേരം തിങ്ങി നിറഞ്ഞ നാടായത് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും വലിയ കൊടുമുടി ചോദിച്ചപ്പോഴാണ് നെടുമുടി എന്ന് ഷാനവാസ് പറഞ്ഞു കൊടുത്തു. ഷാനവാസിനെ ശരിക്കും അറിയില്ല കേട്ടോ, ശരിക്കും പറഞ്ഞത് തന്നെയാണ്. പ്രൊമോയിൽ കണ്ടപ്പോൾ ഞാൻ വെച്ചു ഷാനവാസ് വെറുതെ തെറ്റിക്കാൻ വേണ്ടി രസത്തിന് വേണ്ടി പറഞ്ഞതായിരിക്കുന്നു. പക്ഷെ അല്ല, ഷാനവാസിന് ആൻസർ അറിയില്ല, ശരിക്കും ആനമുടിയാണ്. ചെറിയ ജില്ല ചോദിച്ചപ്പോൾ അനു പറയാം വയനാടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ നമ്മുടെ അനുമോൾ ആൻസർ പറഞ്ഞു ഹാവോ എന്ന് പറഞ്ഞ് ലാലേട്ടൻ നെഞ്ചത്ത് കൈ വെച്ചു കേട്ടോ. അപ്പോൾ നെവിൻ പറയാണ് അനുമോൾ പറഞ്ഞു EMS നമ്പൂതിരി. അപ്പോൾ നെവിൻ പറയാം അല്ലല്ല EMS നമ്പ്യാരാണെന്ന്. അയ്യോ പിന്നല്ലേ കൂട്ടച്ചിരി. ഈ പ്രേക്ഷകർക്ക് നല്ല വിവരമുള്ളവരാണ് അവിടെ ഇരിക്കുന്നവർ മുഴുവൻ. ഇവരൊക്കെ അങ്ങോട്ട് ചിരിച്ചു മതിക്കുന്നുണ്ട് അവിടെ കേട്ടോ. അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക്, അതിനെക്കുറിച്ചാണ് പിന്നെ ലാലേട്ടൻ പറയുന്നത്. മണുമോളുടെ അനീഷിൻ്റെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. ഇനി ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിക്കുന്നത് നോക്കിയോക്കോ. ഞാൻ ഉറങ്ങുമ്പോൾ മാത്രം ലാലേട്ടാ ഈ നൂറയ്ക്ക് പ്രശ്നമുള്ളൂ, എന്നെ വിഷമിപ്പിക്കുന്ന തരത്തിലൊക്കെ ഓരോന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഒന്ന് മാറ്റി നിർത്തി സംസാരിച്ചില്ല, അതുകൊണ്ട് ക്യാപ്റ്റൻസി കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. നെവിൻ പറയുന്നു 60-65% കൊടുക്കുക. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് കൊടുക്കുക അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ ആദ്യമേത്തിന് മുൻകൂർ ജാമ്യം എടുത്തു, നിങ്ങളെല്ലാവരും ചെറിയ കുട്ടികളല്ല, അവൾ ഫൈനൽ 5 കയറിയത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ലാലേട്ടൻ പറഞ്ഞു ഫൈനൽ 5 കയറിയിട്ടില്ല, ഫൈനൽ വീക്കിലാണ് കയറിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ പിടിച്ച് കിച്ചണിലേക്ക് ഇട്ടതാണ് ലാലേട്ടൻ ഏറ്റവും വയസ്സായിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നുണ്ട് നെവിൻ. പിന്നെ ഞാൻ എപ്പോഴും അമ്പലമണിയാണ് ലാലേട്ടാ, ആരെ കിട്ടിയില്ലെങ്കിലും എന്നെ പിടിച്ചിട്ട് നോമിനേഷനും കിച്ചണിലും പോകുന്നവരും വരുന്നവരും ഒക്കെ അടിക്കും. അപ്പോൾ ലാലേട്ട ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്പലമണി നല്ലതല്ലേ? അമ്പലമണി സൂപ്പറാണ്. ആണ് ലാലേട്ടാ, പക്ഷേ നെവിന് കിട്ടിയത് മുഴുവൻ കൂട്ടമണിയടിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ പറയുന്നുണ്ട് ഞാൻ നന്നായി ചെയ്തു ലാലേട്ടാ, കൽപ്പിച്ചു കുട്ടി ഇവരൊക്കെ കിടന്ന് ഉറങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ.
പിന്നെ എന്താ പ്രയാസം ആതിരയും അയക്കാനായിരുന്നു. ഷാനവാസ്ക്കും അനുസരിക്കില്ല. പക്ഷേ അനീഷേട്ടൻ അക്ബർ സാബു നെവിനൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് കുറച്ച് കാര്യത്തിൽ വൻ പരാജയമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കട്ടെ ഏത് കാര്യത്തിലാണ്? അനുവിൻ്റെ ഇഷ്യൂ തണുപ്പിച്ചില്ല, അത് തണുപ്പിക്കേണ്ട ചുമതല ഉള്ളതായിരുന്നു എന്ന് അനീഷ് പിന്നെ എല്ലാവരെയും കുറ്റം പറയും. എന്ത് ക്യാപ്റ്റൻസി ഉണ്ടായാലും അനീഷ് മാത്രം നല്ല ക്യാപ്റ്റൻ എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. സാബുമാൻ പറയുന്നുണ്ട് പയറിൽ നിന്ന് തുടങ്ങിയ വഴക്കാണ് ലാലേട്ട, ഒരു കുടുംബ പ്രശ്നമായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, കഴിഞ്ഞ വീക്കെൻഡ് ചെറിയ കാര്യത്തിന് പോലും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാലേട്ട എന്ന് പറയുന്നുണ്ട്. കുറച്ച് ചോറിന് കുറച്ച് പയർ മതി എന്ന് അനുമോൾ എന്നോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അനുമോൾ എന്താണ് അങ്ങനെ പറഞ്ഞോ? അനുമോൾ ഇല്ല ലാലേട്ട ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണ് അനുമോൾ വിളമ്പുമ്പോൾ മാത്രം ഇത്ര പ്രശ്നം? അവരെന്തെങ്കിലും ചെയ്തോട്ടെ അനുമോളെ, എന്തിനിത്ര ബലം പിടിക്കുന്നു? എത്ര ആഴ്ച കഴിഞ്ഞു അവർ വിളമ്പാതിരിക്കുക എന്ത് വിളിച്ചതോ? അനുമോൾക്ക് വേണമെങ്കിൽ നീക്കി വെച്ചോളൂ, അനുമോൾക്ക് തിന്നണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള അവർക്ക് വിട്ടുകൊടുക്കൂ എന്ന് പറയുന്നത് കേട്ടാ. എന്നിട്ട് പറയേണ്ട ഒരു പിശാശ് എന്നൊക്കെ വിളിക്കുന്നത് എന്താണ് അതില പറയുമ്പോൾ കുടുംബമല്ലേ ലാലേട്ടാ, പിശാശ് എന്നൊക്കെ വിളിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഫ്രണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല ലാലേട്ടാ എന്ന് പറയുന്നത്. അനുമോളെയാണ് പിശാശ് എന്ന് വിളിച്ചിരുന്നത്. അക്ബർ പറയുന്നത് നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു ലാലേട്ട. അനു മിക്ക സമയത്തും കഴുകിയിരുന്നില്ല, നൂറയാണ് എനിക്ക് കഴുകി തന്നത്. സ്വന്തം മന്ത് മറച്ചു വെച്ചിട്ടാണ് അനു മറ്റുള്ളവരെ മന്തിനെ ഇതാക്കിയിരുന്നത്. ചോറ് കൊണ്ട് ലാലേട്ടനെ കൊണ്ട് എന്തൊരു ഷോ ആയിരുന്നു കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതേസമയം അതേ തെറ്റ് അനു ആവർത്തിച്ചു. എന്നിട്ട് സാബുമാനാണ് ചെയ്തതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ആദില ചെയ്തു എന്ന് പറഞ്ഞു എന്ന് പറയട്ടാ. അപ്പം നെവിൻ പറയാം ഇപ്പോഴും നാണമില്ലേ ഈ ചെറുപ്പയറിനും അരിക്കും വേണ്ടിയിട്ടൊക്കെ അടി കൂടാൻ വേണ്ടിയിട്ട്? ഒരു കറി ചോദിച്ചാൽ 3 കറി കൊടുക്കും ഞാൻ, ഒരു ദോശ ചോദിച്ചാൽ 3 ദോശ കൊടുക്കും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ഇതിനുള്ള പ്രതിവിധി എന്താണ് നെവിൻ? അതെന്താ വെച്ചാൽ ഇവിടെ കുക്കിംഗ് വേണ്ട ലാലേട്ടാ, ഞങ്ങൾക്ക് ബിഗ് ബോസ് ഭക്ഷണം തന്നോട്ടെ. അപ്പോൾ ഓഹോ അങ്ങനെയാണോ? അപ്പോൾ രാവിലെ എന്തൊക്കെ വേണം ഒരു ലിസ്റ്റ് തരണേ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലിൻ്റെ കാര്യമാണ് പിന്നെ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. താങ്ക് നെക്സ്റ്റ് വീഡിയോ പറയുന്നില്ല, ഈ വീഡിയോ തന്നെ ഞാൻ പറയുന്നത് കേട്ടോ. ടിക്കറ്റ് ടു ഫിനാലയിൽ കടന്നപ്പോൾ അഹങ്കാരം കൂടി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. എന്താണ് നൂറ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നുണ്ട്. നല്ല ഗെയിംസുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്ത് തോന്നി അതിനെക്കുറിച്ചിട്ട്? അപ്പോൾ പറയുന്നുണ്ട് അതിലല്ലട്ട എല്ലാവരും എന്നെ അഹങ്കാരി എന്ന് വിളിക്കുന്നുണ്ടെന്നൊക്കെ നൂറ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെവി പറയുന്നുണ്ട് നല്ല ടാസ്കുകളായിരുന്നു, എല്ലാവരും ഇൻവോൾവ് ആയി ലാലേട്ട. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പിന്നെ എനിക്ക് ഈ വീക്ക് ഒന്നും പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെന്തിനാ ജോയിൻ ചെയ്തത്? കുറേ കാശൊക്കെ എടുത്തിരുന്നല്ലോ, എന്തിനാ? ഞാൻ തനിക്ക് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേ ലാലേട്ട, എന്നാലും മഴയത്ത് ഇങ്ങനെ കാശ് വീഴുന്ന കണ്ടപ്പോൾ ഞാൻ എടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നെവിൻ പറയുന്നുണ്ട് കുണുനാരു എന്നാണ് ഞാൻ സാബുമാനെ വിളിക്കുക, അത് വിളിക്കുമ്പോൾ ഇവൻ ട്രിഗറായിട്ടാണ് ഇനി ഇടിക്കാൻ നോക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഗ്രൂപ്പിനെ തന്നെ തകർക്കുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് ലാലേട്ട അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവർ 5 പേർ ഒരു ഗ്രൂപ്പാണല്ലോ, ഷാനവാസ്, അനീഷ്, ആദില, നൂറ, അനുമോള്. ഇവിടെ 2 പേര് നെവിനും അക്ബറും മാത്രം വേറെ ഗ്രൂപ്പ്. അപ്പോൾ ഇവരെ തകർക്കാൻ മറ്റൊരു വലിയ ഗ്രൂപ്പിന് പറ്റും, നോമിനേഷനിൽ എടുത്തിടാൻ പറ്റും. അപ്പോൾ അതിനെ ഞാൻ തകർക്കുന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നത്. ഇവനുണ്ടല്ലോ കുത്തി ഇങ്ങനെ നോവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിച്ചത്, ഇടിക്കുമെന്ന് ആക്ഷൻ കാണിച്ചത്. ലാലേട്ടൻ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ല ലാലേട്ടൻ അതൊക്കെ വെറുതെ കാണിച്ചതെന്ന് പറയുന്നത്. ലാലേട്ടൻ പറഞ്ഞിട്ട് കാർ ഗെയിം സൂപ്പറാണ് അല്ലേ, ചെക്ക് എടുത്തത് എന്തിനാണ് നെവിനെ എന്ന് ചോദിക്കുന്നുണ്ട്. ലാലേട്ട ചെക്ക് കയ്യിൽ കിട്ടിപ്പോയി, അപ്പോൾ എടുത്ത് ഓടിപ്പോയി എന്ന് പറയുന്നത് കേട്ടോ. അനീഷിനൊന്നും കിട്ടിയില്ലേ? അപ്പം അനീഷ് പറയുന്നുണ്ട് എനിക്ക് കിട്ടിയില്ല ലാലേട്ട, എനിക്കൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നെവിൻ പറയുന്നുണ്ട് ലാലേട്ട ബിഗ് ബാങ് വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഉള്ള എല്ലാ സീസണിലും ഈ വീക്ക് തന്നെ ഉണ്ടായിരിക്കണം, എന്നിട്ട് പെട്ടി എടുത്ത് പോണ സീസൺ ഇനി ഉണ്ടാവരുത് ലാലേട്ട, അത് കാണുമ്പോൾ എനിക്കോ കിട്ടിയില്ല എന്നും പറഞ്ഞ് സങ്കടം വരും. അങ്ങനെ പറയുമ്പോൾ ലാലേട്ടൻ പറയും അങ്ങനെയൊന്നും സങ്കടം വേണ്ട, തനിക്ക് കിട്ടിയില്ല എന്നൊരു ഇത് വേണ്ട, 3 ടാസ്ക് ഞാൻ തരാം, ഏത് ടാസ്ക്കാണ് തനിക്ക് വേണ്ടത്, ഒരു ടാസ്ക് തിരഞ്ഞെടുക്കാൻ പറയും. അങ്ങനെ തിരഞ്ഞെടുത്തത് കാർ ടാസ്ക്കാണ്, കാറിൻ്റെ ഉള്ളിൽ നിന്ന് പണം വാരലാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ലാലേട്ടൻ പറയും ഇത് റിസ്ക് ആണ് കേട്ടോ, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇല്ല ലാലേട്ടാ, 1 മിനിറ്റിനുള്ളിൽ ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ലാലേട്ടൻ എനിക്ക് പണിഷ്മെൻറ്റ് തന്നെ. ആ ലാലേട്ടൻ തന്നെ തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒരു MGയുടെ ഒരു ടാസ്ക്, മൈജിയുടെ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക്. അതിൽ കിട്ടിയത് അക്ബറിനാണ്. ഒരു ലോഗോ, ബലൂൺ പൊട്ടിച്ച ലോഗോ കണ്ടെത്തണം. അപ്പോൾ ബലൂൺ പൊട്ടിച്ച ലോഗോ കണ്ടെത്തിയത് അക്ബറാണ്. അപ്പോൾ അക്ബറിന് വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്, കനപ്പിടി ഗിഫ്റ്റ് തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ചെറിയ ഗിഫ്റ്റുകളുണ്ടെന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഓഫറും കൂടി കൊടുത്തിട്ടുണ്ട്, ഇറങ്ങിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഇവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഒരു വമ്പൻ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടി സംസാരിച്ച് തീർത്തല്ലോ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇത്രയും നാളത്തെ സംഭവങ്ങളൊക്കെ അക്ബറും അതുപോലെ തന്നെ ആദിലയും അതുപോലെ തന്നെ നമ്മുടെ അനുമോളും ഒക്കെ
തീർത്തല്ലോ എന്ന് പറയും. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ആ കുട്ടി വന്നിട്ട് മാപ്പിരന്ന് ലാലേട്ടാ എന്ന് പറയുന്നുണ്ട്. മാപ്പിരക്കേ? അയ്യേ ഇതെന്ത് ഭാഷയാന്ന് ചോദിക്കുന്നത്. അപ്പോൾ അല്ല, ഒരു സാഹിത്യം കൂട്ടിച്ചേർത്തതാന്ന് പറയുന്നുണ്ട്. അയ്യയ്യോ ഇതാണ് സാഹിത്യം, ഇങ്ങനെയൊന്നും കൂട്ടിച്ചേർക്കരുത് കേട്ടോ എന്ന് പറയും ലാലേട്ടേട്ടാ. പക്ഷേ ഞാൻ മാപ്പ് കൊടുത്തു ആ കുട്ടിക്ക്. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ചെളിവാരി എറിയണ്ടല്ലോ ലാലേട്ടാ, അതുകൊണ്ടാണ് മാപ്പ് കൊടുത്തത് എന്ന് പറയൂട്ടാ. അപ്പോൾ ലാലേട്ടൻ പറയും അതെന്തായാലും നന്നായി, ഇപ്പം എന്തായാലും എന്ന് പറഞ്ഞിട്ട് പിന്നെ നോമിനേഷനാണ് ചെയ്യുന്നത്. നോമിനേഷൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്, അതെല്ലാവരും കേൾക്കണം. ഓക്കെ, താങ്ക് യു.